ഹായ് ഓൾ, ഇറ്റ്സ് മിസ് പിന്നില. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കർണാടകയിലെ ഹാസൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു കന്നഡ കല്യാണം കൂടാനും അതുപോലെ തന്നെ മുല്ലയ്യനഗിരി എന്ന് പറയുന്ന ഒരു പീക്ക് പോയിന്റ് വിസിറ്റ് ചെയ്യാനും കൂടിയാണ്. അപ്പോൾ രാവിലെ 4:30 നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 വണ്ടിക്കാണ് പോയത്. അപ്പോൾ രാശിയുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. നമ്മൾ ഒരു 5:45 ആയപ്പോഴത്തേക്കും നെല്ലിമംഗല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ മംഗൾസ്വാമി ബിരിയാണിയിൽ കയറിയിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ രാശിയുടെ ഫ്രണ്ട്സിന് രാവിലെ ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ എന്തോ സ്പെഷ്യലായിട്ടുണ്ട്, കാരണം ഒരുപാട് ആൾക്കാർ രാവിലെ വന്ന് ഇവിടെ ബിരിയാണി കഴിക്കുന്നുണ്ട്. നമുക്ക് രാവിലെ ഇങ്ങനെ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു മട്ടൻ സൂപ്പാണ് കഴിച്ചത്. അപ്പോൾ ദേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇതേ നല്ല ചൂട് ബിരിയാണി വളരെ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ആ ഒരു തണുപ്പും അതുപോലെ തന്നെ ഈ ഒരു ചൂട് ബിരിയാണിയും എല്ലാം കൂടി ഒരു വല്ലാത്ത വൈബാണെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മളെല്ലാവരും കൂടി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതേ മട്ടൻ സൂപ്പൊക്കെ കുടിച്ചു. നല്ല സൂപ്പായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് കല്യാണ സ്ഥലത്തോട്ടാണ്. 9 മണിക്കാണ് കല്യാണത്തിന് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ചെല്ലണം എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇത്രയും ദൂരം വന്നതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. നമ്മളിതേ എത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലം. ആ അമ്പലത്തിന് തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചാണ് ചടങ്ങുകളൊക്കെ നടക്കുന്നത്. നമ്മൾ ചെന്നപ്പം ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടാണ് മുന്നോട്ട് കയറി പോകുന്നത്. അപ്പോൾ ഇവിടെ ചെന്നപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഇവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് സൈക്കിളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അതവിടെ ഇങ്ങനെ അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വന്ന് നമുക്ക് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ പ്രധാനമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ടാണ് നമ്മളിനി മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ മുകളിലാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ ഈ കല്യാണം നടക്കുന്നത് നമ്മൾ ഒത്തിരി കാത്തിരുന്നാണ് ഈ കല്യാണം കാണാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ജെയിൻ കല്യാണം കൂടിയാണ്. അപ്പം ഞാൻ ഈ കല്യാണം കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മൾ കല്യാണത്തിൻ്റെ അവിടോട്ട് പോവാണ്. ഇതാണ് കല്യാണം നടക്കുന്ന മണ്ഡപം. അപ്പോൾ നമ്മൾ ചെന്നു. ഈ കല്യാണം കുറേ ഇതിൻ്റെ ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നും എനിക്ക് ഇതിൻ്റെ അകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തിൽ കല്യാണത്തിൻ്റെ കുറേ ചടങ്ങുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതേ കല്യാണത്തിൻ്റെ ഇവിടെ വന്ന് ഇവിടെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ട് താലികെട്ടൊക്കെ കഴിഞ്ഞ് അവരനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുന്നതും അതുപോലെ തന്നെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഈ താലികെട്ട് കഴിഞ്ഞിട്ട് ഇനി ഉച്ചവരെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ അത്ര നേരം നിൽക്കുന്നില്ല. ഇപ്പം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനി പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലത്തെ ഫുഡാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി ഉച്ചയ്ക്കുണ്ട്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നിൽക്കുന്നില്ല. വാഴയിലൊക്കെയാണ് നമുക്കിവിടെ ഫുഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ദേ വാഴയിലൊക്കെ വെള്ളമൊക്കെ തളിച്ച് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വെജ് ഫുഡാണ്, പക്ഷേ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ്. ഇത് കണ്ടോ, ഇതൊരു സ്വീറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഉഴുന്നവടയില്ലേ, അതിൻ്റെ തന്നെ രൂപമാറ്റമുള്ള വേറൊരു സാധനം, പക്ഷെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇഡ്ഡലി വന്നു, സാമ്പാർ വന്നു, അതിൽ നിന്ന് നല്ല ചട്നി വന്നു, തേങ്ങാ ചട്നിയാണ്, ചട്നി വന്നു. പിന്നെ ഒരു അരി വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് ബൈ ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് മുല്ലയ്യനഗിരി പീക്ക് പോയിന്റിലോട്ടാണ്. അപ്പോൾ അതും നമ്മളിങ്ങനെ കുറേ ആഗ്രഹിച്ചിരുന്നാണ് ആ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു യാത്രയാണ്. ഈ വഴികളൊക്കെ എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാമെന്ന് പറയത്തില്ലേ, അങ്ങനെ പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ മുല്ലയ്യനഗിരി പീക്ക് പോയിന്റ് ഉള്ളത് ചിക്കമംഗളൂരു എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ ഒരു 265 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. അതല്ല മാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ ഒരു 150 കിലോമീറ്ററും, ചിക്കമംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ 20 കിലോമീറ്ററുമാണ് അങ്ങോട്ട് പോകാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഹൈ റേഞ്ച് ഡ്രൈവ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണത്. അപ്പോൾ നമ്മൾ പോകുമ്പം നമുക്ക് അത്രയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയുള്ള ചെറിയ പാകപ്പിഴകളൊക്കെ നമ്മുടെ ഈ യാത്രയിലും ഉണ്ടായിരുന്നു. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഡ്രസ്സിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വലിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എനിക്ക് ഈ വീഡിയോസൊക്കെ നിങ്ങളെ നന്നായിട്ട് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ വൈപ്പർ നമുക്കൊരു ബാധ്യതയായിട്ട് വരുന്നുണ്ട്. വേറെ ഒരു നിവൃത്തിയില്ല, കാരണം അത്രയ്ക്ക് മഴയുണ്ട്, മഴ പൊഴിയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ റെയിൻകോട്ടൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുറച്ച് കൂട്ടത്തിലുള്ള ഫ്രണ്ട്സിന് റെയിൻകോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ റെയിൻകോട്ട് വിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കിന് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് അവർ റെയിൻകോട്ട്
കോട്ട് വാങ്ങിച്ചു. അപ്പോൾ അതില്ലാതെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടുപോകും, കാരണം അവിടെ ചെല്ലുമ്പോൾ നല്ല മഴയാണ്. പിന്നെ ഈ മുള്ളയ്യനഗിരി പീക്ക് പോയിന്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ചിക്ക്മംഗ്ലൂരുവിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു സ്പോട്ടാണ്. ചിക്ക്മംഗ്ലൂരിൽ നിന്ന് മാത്രമല്ല, കർണാടക സ്റ്റേറ്റിലെയും അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെയും ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒരു മലയാണ് ഈ മുള്ളയ്യനഗിരി പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. 1930 മീറ്റർ, അതായത് ഏകദേശം 6330 അടിയാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒരുപാട് അവിടെ പോകുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ആൾക്കാരെ കണ്ടു കേട്ടോ. അവരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്, ഒരുപാട് വണ്ടികളും ഒക്കെ നമ്മൾ കണ്ടു. അപ്പം നമ്മളും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും ആൾക്കാർ വരുന്നൊരു സ്ഥലമാണോ ഇതെന്ന് നമുക്ക് മനസ്സിലായത്. ആ മലയുടെ മുകളിൽ നിന്ന് കാണുന്നതെന്ന് വെച്ചാൽ ഭയങ്കര നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അതേ ഈ ഒരു വഴിയൊക്കെ കണ്ടോ, ഈ ഒരു വഴിയിലൊരു നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അതൊരു ഭയങ്കര അനുഭവമാണ്. അത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ മനസ്സിലാവത്തുള്ളൂ, അത്രയ്ക്ക് നല്ലൊരു അനുഭവമാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. പിന്നെ ഡ്രൈവ് ചെയ്തൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ അത്ര സൂക്ഷിച്ച് കെയർഫുള്ളായിട്ടൊക്കെ പോകണം. പിന്നെ അവിടെ പോകുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഷൂസ് ഇട്ടിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. അവിടെ ഏറ്റവും താഴെ നമുക്ക് കുറച്ച് ഈ വെള്ളം, സ്നാക്സ് അങ്ങനെയൊക്കെ കിട്ടും. എങ്കിൽ തന്നെ ഈ മുകളിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. പിന്നെ അവിടെ ഒത്തിരി നമ്മൾ ചെല്ലുന്ന ആൾക്കാർ അവിടെ അഴുക്കാക്കാതെ എല്ലാം ഭയങ്കര നന്നായിട്ടൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞങ്ങൾക്ക് അവിടെ ചെന്നൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പോയതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മഴയുള്ള സമയം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നല്ല ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പോകുന്ന സമയത്തെന്ന് വെച്ചാൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്താണ് അവിടെ കൂടുതലായിട്ട് സഞ്ചാരികൾ പോകുന്നത്. അതാണ് കുറച്ചും കൂടെ നല്ല സമയം. പക്ഷെ നമ്മൾ ഈ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആ തണുപ്പും മഴയും കാറ്റും അതൊക്കെ ഫീൽ ചെയ്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഈ മലയുടെ മുകളിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിൽ മുള്ളപ്പ എന്ന് പറയുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസിയുടെ പേരിലാണ് ഈ മുള്ളയ്യനഗിരി എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായതെന്നാണ് വിശ്വാസം. ഇപ്പോഴും ആ ശിവക്ഷേത്രം അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള ഒരു വിസിറ്റിന് വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഞങ്ങൾക്കും അവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ സാഹസികത ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ താഴെ ചെന്ന് നിന്ന് ഇവിടെ ഒരുപാട് കോണൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ചെന്ന് ചെന്ന ഇതിൽ നമ്മൾ കുറച്ച് കോണൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ മുകളിലോട്ട് കയറി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് മുകളിലോട്ട് കയറി പോവാണേ. അവിടെ ചെന്നപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ റെയിൻകോട്ടിൻ്റെ ക്യാപ്പൊക്കെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം മഴ കൊള്ളാമെന്നൊക്കെ വിചാരിച്ചു ആദ്യം. പക്ഷെ മുകളിലോട്ട് ചെല്ലുമ്പോൾ നമുക്കത് ഇട്ടേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ സെക്യൂരിറ്റി വേണമെന്ന് വെച്ചാൽ മുകളിലോട്ടൊക്കെ ചെന്ന് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. കാരണം അത്രയ്ക്ക് ഈ ട്രക്കിങ് പറ്റുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പ്രത്യേകിച്ച് നോർമൽ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് പോയത്. ഷൂസൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഗ്രിപ്പൊക്കെ കിട്ടും. പക്ഷേ അങ്ങനെ പോയപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിൽ ചെന്നിട്ട് സത്യത്തിൽ ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം അവിടെ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് മഴ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് മാത്രമല്ല, അത്ര അങ്ങോട്ട് സേഫ് ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം ആ മഴയെല്ലാം കൂടെ ആയപ്പോഴത്തേക്കിന് നമുക്ക് അങ്ങ് താഴെ ഇറങ്ങി പോയാൽ മതി എന്നായിരുന്നു. കാരണം അവിടെ ഒരു സൈഡൊന്നും കെട്ടിയിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിറങ്ങുമായിരുന്നു. അപ്പം മുകളിലത്തെ നമ്മുടെ വ്യൂ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ മഞ്ഞൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ കയറിപ്പോകാനൊക്കെ നല്ല സുഖമായിരുന്നു. പിന്നെ മുകളിൽ ചെന്നപ്പോഴത്തേക്കിന് ഭയങ്കര മഴയായിപ്പോയി. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുകളിലത്തെ കാഴ്ചകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതൊക്കെ കണ്ട് നമുക്കിപ്പോൾ തൽക്കാലം ഇവിടുന്ന് തിരിച്ചു പോകാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.